ഞങ്ങളിന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ട്ടോ ചക്കര പറഞ്ഞത്, അവൾ ഉച്ച കഴിഞ്ഞിട്ട് മാലിയങ്കരയ്ക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാനും കൂടെ പോവാം. വേറൊന്നുമല്ല, ചക്കരയുടെ വീടിൻ്റെ അടുത്തൊരു പാർലർ ഉണ്ട് ട്ടോ. അപ്പോൾ അവിടെ പാറുവിൻ്റെ മുടി പോയി ഒന്ന് വെട്ടിക്കാമെന്ന് ഓർത്തിട്ടാണ്. എന്ന് വെച്ചാൽ ചൂടുകാലം ആകുമ്പോഴത്തേക്കും പാറുവിന് ചുമയും കാര്യങ്ങളും ഒക്കെ കൂടും. ഈ ഓടിക്കളി ചാടിക്കളി ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ അധികം വൈകിയൊന്നുമില്ല, ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് മാലിയങ്കരയ്ക്ക് പോയി. അപ്പോൾ കല്യാണി ഓട്ടോയിലാണ് ട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇതുപോലെ അത്യാവശ്യത്തിന് ഓട്ടോയ്ക്കാണ് പോകുന്നതെങ്കിൽ കല്യാണി ഓട്ടോയാണ് കൂടുതലും വിളിക്കാറ് ട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കല്യാണി ഓട്ടോയിൽ ഇതുപോലെ നമ്മുടെ കാർട്ടൂൺ പടങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു പോകാമല്ലോ. അപ്പോൾ ദേ മാലിയങ്കര പാലമൊക്കെ കയറി പോവാണ്. മാലിയങ്കര പാലം കാണുമ്പോൾ എനിക്ക് എപ്പോഴും നൊസ്റ്റു വരും. ഞാൻ മാലിയങ്കര കോളേജിലാണ് പഠിച്ചത് ഗൈസ്. അങ്ങനെ ദേ നമ്മൾ ചക്കരയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ട്ടോ. ചേട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ മാലിയങ്കര ഉണ്ടല്ലോ, ചക്കരയുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് ട്ടോ. പൂച്ചെടികൾ നല്ല രസമാണ് കാണാൻ. അങ്ങനെ കുറേ നേരം അച്ഛൻ്റെ അമ്മയുടെ കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദേ പാർലറിലേക്ക് പോവാം ട്ടോ. നമുക്ക് വീടിൻ്റെ പുറകിൽ കൂടെ തന്നെ പാർലറിലേക്ക് പോവാം. വീടിൻ്റെ ഫ്രണ്ടിൽ മുകളിലായിട്ടാണ് ട്ടോ പാർലർ. ദേവി എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഇതിന് മുന്നേ ഞാൻ പാറുവിനെ കൊണ്ട് വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ചേച്ചി നല്ല ഭംഗിക്ക് വെട്ടിത്തരും. നമ്മൾ പറയുന്ന പോലെ തന്നെ ചെറിയ പാർലറാണ് ട്ടോ. പക്ഷേ ചേച്ചി അടിപൊളിയാണ്. നല്ല സ്നേഹമുള്ള ചേച്ചിയാണ് ട്ടോ. അപ്പോൾ ഞാൻ പാറുവിൻ്റെ മുടി ജസ്റ്റ് ലെങ്ത്ത് കുറക്കാനാണ് പറഞ്ഞത്. അത് ചേച്ചി കറക്റ്റായിട്ട് ചെയ്തു ട്ടോ. അപ്പോൾ ആ സമയത്ത് ദേ ആര്യൻകുട്ടൻ ഇവിടെ കിടന്ന് ബഹളിയായിരുന്നു ട്ടോ. ആര്യൻകുട്ടന് പുതിയ സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ കണ്ണാടിയും പിന്നെ ഈ സോഫ സെറ്റിയൊക്കെ ആര്യൻകുട്ടന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ട്ടോ. കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ വരലൊക്കെ ചെപ്പി ഇവിടെ കിടപ്പായി. എപ്പോൾ പില്ലോ കണ്ടാലും ആര്യൻകുട്ടൻ ഇത് തന്നെയാണ് ട്ടോ. വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ പാറുവിൻ്റെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അത് ഇത്ര ലെങ്ത്താണ് ട്ടോ കുറച്ചത്. അപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. വീണ്ടും കാണാം.